ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഷീൽഡ് വാക്സിൻ എടുത്തവരാണോ നിങ്ങൾ? എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാനുഫാക്ചറിംഗ് കമ്പനി തന്നെയായ അസ്ട്രാസെനക യുകെയിലെ കോർട്ടിൽ കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ TTS എന്ന ഒരു സൈഡ് എഫക്റ്റിലേക്ക് കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് മാർക്കറ്റിൽ നിന്നും കോവിഷീൽഡ് വാക്സിനുകൾ ഈ കമ്പനി തന്നെ വിഡ്രോ ചെയ്തിരിക്കുന്നു. അതിൻ്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതേ കോൺട്രവേഴ്സി എല്ലാം നടക്കുന്ന സമയത്ത് തന്നെ സാധാരണ രീതിയിൽ നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ആ ചിത്രവും കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും അതിൻ്റെ വെബ്സൈറ്റിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുകയാണ്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്ന സമയത്ത് നിരവധിയായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വാക്സിനുകൾ എടുത്തിരുന്നു. അതിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രം ഏകദേശം 6 കോടി വാക്സിനുകളാണ് ചിലവായത്. ഇന്ത്യയിൽ മുഴുവൻ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 220 കോടി ഡോസുകളാണ് ചിലവായിട്ടുള്ളത്. അതിനെ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർ 1 ഡോസോ 2 ഡോസോ ചിലപ്പോൾ 3 ഡോസ് വരെ എടുത്ത ആൾക്കാരുണ്ടാവാം. ഒരു ശരാശരിയിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 2 മുതൽ 2.5 കോടി ജനങ്ങൾ കോവിഡ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. അത് ഇന്ത്യയിലെ കണക്കിലേക്ക് മാറുകയാണെങ്കിൽ ഏകദേശം 100 മുതൽ 130 കോടിയിലധികം ജനങ്ങൾ വാക്സിനുകൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു കോവിഡ് വാക്സിനേഷനിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന വാക്സിനുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നിർമ്മിതമായ കോവാക്സിനും അതുപോലെ തന്നെ കോവിഷീൽഡും സ്പുട്നിക് വിയുമായിരുന്നു. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് കോവിഷീൽഡ് തന്നെയായിരുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് അത് നിർമ്മിച്ച ഒരു കമ്പനി തന്നെ ആ വാക്സിൻ പിൻവലിക്കണമെങ്കിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ചിത്രം വാക്സിൻ സർട്ടിഫിക്കേഷനിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ എന്ത് തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ആയിരിക്കും ഈ ഒരു വാക്സിൻ ഉണ്ടാക്കുന്നത്? ഈ സൈഡ് എഫക്റ്റുകൾ ആരെയെല്ലാം ബാധിക്കാം? എന്താണ് TTS? നമുക്ക് സംസാരിക്കാം. ഞാൻ വിവേക്. വെൽക്കം ടു റിയാലിറ്റി ടോക്സ്. ഇതൊരു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ചില ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ടുകളും അനുസരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പൂർണ്ണമായി തയ്യാറാക്കിയിട്ടുള്ളത്. കോവിഡ് എന്ന് പറയുന്ന മാരകമായ രോഗം ലോകത്താദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചൈനയിലാണ് ഡിസംബർ 2019. പിന്നീട് അത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ജനുവരി 2020, അതും നമ്മുടെ സ്വന്തം കേരളത്തിൽ. അതിനുശേഷം ഏകദേശം മാർച്ച് 2020 ഇന്ത്യ ഒട്ടാകെ ഒരു ലോക്ക്ഡൗണിലേക്ക് കടക്കുകയാണ്. പല ആൾക്കാരിലേക്കും ആ സമയം കൊണ്ട് കോവിഡ് എന്ന് പറയുന്ന രോഗം പകർന്നിരുന്നു. ഇത് പലരിലും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പലരെയും മരണത്തിനിടയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ എത്രയും വേഗം ഈ കോവിഡ് എന്ന് പറയുന്ന രോഗത്തിന് ഒരു പ്രതിരോധ വാക്സിൻ കണ്ടുപിടിക്കണമെന്ന് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ശക്തമായ ഒരു അഭിപ്രായമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള വാക്സിനുകൾ വരുന്നത്. അതിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് കോവാക്സിൻ ആയിരുന്നു. പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിതമായ വാക്സിനാണ്. പക്ഷേ ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 138 കോടിയായിരുന്നു. ഒരു ചെറിയ സമയം കൊണ്ട് ഇത്രയും അധികം വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എടുക്കുക എന്നത് പ്രായോഗികമല്ലാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു വാക്സിനുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ നിർബന്ധിതമാവുകയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് കോവിഷീൽഡും രംഗത്തേക്ക് വരുന്നത്. കോവിഷീൽഡ് എന്ന് പറയുന്നത് വെറും ഒരു ബ്രാൻഡ് നെയിം മാത്രമാണ്. ഇതിൻ്റെ യഥാർത്ഥ മാനുഫാക്ചറിംഗ് കമ്പനി എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് സ്വീഡിഷ് കമ്പനിയായിട്ടുള്ള അസ്ട്രാസെനകയാണ്. ഇന്ത്യയിൽ അതിൻ്റെ ഉൽപ്പാദനം നടത്തുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ ഒരു സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അസ്ട്രാസെനകയുടെ കോവിഡ് വാക്സിൻ നൽകിയിരിക്കുന്ന പേര് മാത്രമാണ് കോവിഷീൽഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോവിഡ് വാക്സിനേഷൻ കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം യുകെയിലെ കോർട്ടിൽ ഏകദേശം 51ഓളം ആൾക്കാർ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കോവിഷീൽഡ് വാക്സിൻ എടുത്തതിൻ്റെ ഫലമായി തങ്ങളുടെ ശരീരത്തിൽ TTS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള അസുഖങ്ങൾ തങ്ങൾക്കുണ്ടാകുന്നുവെന്നും അതിന് കമ്പനി കോമ്പൻസേഷൻ നൽകണമെന്ന് പറഞ്ഞാണ് ഒരു ഹർജി സമർപ്പിച്ചത്. ഈ ഒരു ഹർജിയുടെ ഭാഗമായി തന്നെ അസ്ട്രാസെനക എന്ന് പറയുന്ന കമ്പനി കോടതിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കോവിഷീൽഡ് വാക്സിൻ എടുക്കുന്നത് കൊണ്ട് TTS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ വേൾഡിൽ മൊത്തം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള കോവിഷീൽഡ് വാക്സിനുകളെല്ലാം ഞങ്ങൾ തിരിച്ചെടുക്കുകയാണ്. തൽക്കാലത്തേക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിവെക്കുന്നു. മറ്റാരിലേക്കും എത്താതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരാം, എന്താണ് ഈ TTS? TTSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ത്രോംബോസിസ് കപ്പിൾ വിത്ത് ത്രോംബോസൈറ്റോപീനിയ ഡിസോർഡർ എന്നാണ്. അതായത് ഈ ഒരു വാക്സിൻ്റെ സൈഡ് എഫക്റ്റായി 2 കണ്ടീഷൻസ് ഉണ്ടാവാം. ത്രോംബോസിസും ഉണ്ടാവാം, അതുപോലെ തന്നെ ത്രോംബോസൈറ്റോപീനിയ ഡിസോർഡറും ഉണ്ടാവാം. എന്താണ് ഈ ത്രോംബോസിസ്? ത്രോംബോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു ക്ലോട്ടാണ്. നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ളൊരു ബ്ലോക്ക് മാത്രമാണ് ഈ ഒരു ത്രോംബോസിസ് എന്ന് പറയുന്നത്. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സുകളാണ്. നമ്മുടെ രക്തത്തിന് നിരവധിയായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതിനകത്ത് RBCകളുണ്ട്, WBCകളുണ്ട്, പ്ലേറ്റ്ലെറ്റ്സുകളുണ്ട്. അതിൽ നമ്മുടെ രക്തം കട്ട പിടിക്കാനായി സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഘടകമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ മുറിവുണ്ടാകുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഈ രക്തം കട്ട പിടിച്ച് ആ ഒരു ബ്ലീഡിങ് അവസാനിക്കുന്നതാണ്. ഈ ബ്ലീഡിങ് അവസാനിക്കുന്നതിന്
വേണ്ടി സഹായിക്കുന്നത് ഇത്തരം പ്ലേറ്റ്ലെറ്റുകളാണ്. ഇനി ഈ കോവിഷീൽഡ് വാക്സിൻ്റെ സൈഡ് എഫക്റ്റായി എങ്ങനെയായിരിക്കും ഈ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സമയത്താണ് ഇത്തരത്തിൽ പ്ലേറ്റ്ലെറ്റുകൾ പ്രവർത്തിച്ച് ഒരു ക്ലോട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ രക്തത്തെ കട്ട പിടിപ്പിക്കുക. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലുകളിൽ ഇത്തരം പ്ലേറ്റ്ലെറ്റുകൾ ഒരു ബ്ലീഡിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ മുറിവുകളോ ഉണ്ടാവാതെ തന്നെ രക്തത്തെ കട്ട പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് ത്രോംബോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്നതിനെയാണ്. അതായത് ത്രോംബോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടുകൾ കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റേർണലായോ എക്സ്റ്റേണലായോ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കില്ല. ഇതിൻ്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണ്, ഇതിന് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞു ത്രോംബസ്, അതായത് ക്ലോട്ട്. ഇത്തരം ക്ലോട്ടുകൾ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കണമെന്നില്ല. ഇത് രക്തത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട പല ഓർഗനിലേക്ക് എത്തുകയും അവിടത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കുകയും ചെയ്തു. ഇത് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനാണ്. ഇവിടുത്തെ ഈ ഒരു കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, അവർ ഈ വാക്സിൻ എടുക്കാൻ വേണ്ടി ജനങ്ങൾക്ക് നൽകുന്ന സമയത്ത് അതിനുള്ളിൽ ഈ ഒരു കോവിഷീൽഡ് വാക്സിന് TTS പോലുള്ള സിവിയർ കണ്ടീഷനിലേക്ക് എത്തിക്കാമെന്നുള്ള വാർണിംഗ് പോലും നൽകാതെയാണ് വിറ്റഴിച്ചത്. ഇത് അസ്ട്രാസെനക എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. ഇനി ഈ വാക്സിനുകൾ എങ്ങനെയായിരിക്കും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക? വാക്സിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു രോഗം ഉണ്ടാക്കുന്ന വൈറസുകളോ ബാക്ടീരിയകളോ ആയിരിക്കും. അവയെ ഇനാക്റ്റീവ് ആക്കിയതിന് ശേഷം ഒരു എക്സ്റ്റേണൽ DNA വഴി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ ഈ ഒരു കോവിഷീൽഡ് വാക്സിൻ നിർമ്മിക്കാൻ വേണ്ടി എക്സ്റ്റേണൽ DNA എടുത്തിരിക്കുന്നത് ചിമ്പാൻസികളിൽ നിന്നുമാണ്. ഈ വാക്സിനുകൾ നമ്മുടെ ശരീരത്തിൽ എത്തുകയും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഈ വാക്സിനുകളെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രതിരോധ ശേഷി തന്നെ ഉണ്ടാവുന്നു. ഇതോടുകൂടി നമ്മുടെ ശരീരം ഒരു പ്രതിരോധ ശേഷിയുള്ളതായിട്ട് മാറുന്നു. പിന്നീട് നമുക്ക് കോവിഡ് എന്ന് പറയുന്ന ഈ അസുഖം പിടിച്ചാലും നമ്മുടെ ശരീരം മുമ്പുള്ളതിനേക്കാൾ 10 ഇരട്ടി പ്രതിരോധ ശേഷിയിലേക്ക് പോവുകയും ഈ ഒരു അസുഖം നമ്മളെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ ഒരു സൈഡ് എഫക്റ്റിനെ പറ്റിയുള്ള ചർച്ച 2021 തന്നെ ഇന്ത്യയിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കോവിഷീൽഡ് വാക്സിനുകളിൽ ഈ ഒരു വാക്സിൻ എടുക്കുന്നത് കൊണ്ട് സിവിയർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടായേക്കാം എന്ന തരത്തിലുള്ള വാർണിംഗുകൾ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് ആരെയെല്ലാം ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് നമുക്ക് സാധാരണ രീതിയിൽ കോവിഷീൽഡ് വാക്സിൻ എടുത്തിരുന്നത് 2 ഡോസോ അല്ലെങ്കിൽ 3 ഡോസോ ആണ്. അതായത് മൂന്നാമത്തെ ഡോസ് ബൂസ്റ്റർ ഡോസ് ആയിട്ടാണ് എടുത്തിരുന്നത്. ഈ ഒരു പ്രശ്നം സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് ആദ്യത്തെ വാക്സിൻ എടുത്തതിന് ശേഷം 1ാമത്തെ ആഴ്ചയോ 2ാമത്തെ ആഴ്ചയോ ആയിരിക്കും. അതിനുശേഷം സംഭവിച്ചതായിട്ട് ഇതുവരെ യാതൊരു വിധത്തിലുള്ള തെളിവുകളും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കോവിഷീൽഡ് വാക്സിൻ എടുത്തത് കൊണ്ട് തന്നെ ആരും പാനിക് ആവേണ്ട എന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം. കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം ഏകദേശം 1-2 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഇന്ത്യയിലുള്ള ആൾക്കാർ ഭൂരിപക്ഷം ആൾക്കാരും കോവിഷീൽഡിൻ്റെ 2 ഡോസുകളോ അല്ലെങ്കിൽ 3 ഡോസുകളോ ആയിരിക്കും എടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു പാനിക് സിറ്റുവേഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കോവിഷീൽഡ് വാക്സിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഇത്രയും താമസിച്ച് ഈ ഒരു കമ്പനി തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സന്ദർഭത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലുള്ള സംഘടനകൾ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതോറിറ്റികൾ തന്നെ ഇതിനെ വിശദമായി പഠന വിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അസ്ട്രാസെനക എന്ന് പറയുന്ന കമ്പനി ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വാക്സിൻ എടുത്തിരിക്കുന്നത് കോടാനുകോടി ആൾക്കാരാണ്. ഇന്ത്യയിൽ മാത്രം ഏകദേശം 100 മുതൽ 130 കോടി ജനങ്ങളാണ് ഈ ഒരു വാക്സിൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മറ്റെന്തെങ്കിലും രീതിയിലുള്ള സൈഡ് എഫക്റ്റുകളോ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഇത്രയും ജനങ്ങളെ ഇത് ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഒന്നും ഇല്ലെങ്കിലും ഇത്രയും കോടി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ ഇതിന് വിശദമായ ഒരു പഠനം നടത്തി എന്താണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ, മറ്റെന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഏത് ഏജ് ഗ്രൂപ്പുകളിൽ ഉണ്ടാവാം എന്നതിനെ പറ്റിയുള്ള വസ്തുതകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു ഓൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനായി ശ്രമിക്കുക.